മാരിയോ ജോസഫ് ജിക്ക് മറുപടി. അദ്ദേഹം വളരെ പ്രമുഖനായ ഒരു ക്രിസ്തീയ ചിന്തകനും ആത്മീയ പണ്ഡിതനും ഒക്കെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ആദരവോടുകൂടി ഒരു മറുപടി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തംബ്നെയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ തംബ്നെയിൽ എടുത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഈശ്വർ മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കുന്നു, എന്നാൽ മുസ്ലിങ്ങളോട് ഖുറാൻ ഓതി അർത്ഥവും പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം, സംശയമൊന്നുമില്ലാത്ത രീതിയിൽ. നമുക്കപ്പോൾ അദ്ദേഹം ഉന്നയിച്ച വീഡിയോ ഒന്ന് കാണാം. എന്നിട്ട് കാര്യമായി തന്നെ അദ്ദേഹം പറയുന്നത് മതേതരത്വവും ഗാന്ധിയനിസവും പറയുന്ന രാഹുൽ ഈശ്വറിനോട് ഒരു കാര്യം എന്നാണ്. അപ്പോൾ ആ കാര്യം തന്നെ എടുത്ത് നമുക്ക് അദ്ദേഹത്തിനൊരു മറുപടിയും, അദ്ദേഹത്തെ പോലെ ആത്മീയ പണ്ഡിതരോട് ഏറ്റവും ആദരവോടുകൂടിയാണ്. ഒന്നോ രണ്ടോ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം കാണും, എന്നാൽ ആദരവോടുകൂടി തന്നെയാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഏത് വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ ആത്മീയ നേതാക്കളാണെങ്കിലും അല്ലെങ്കിൽ ആത്മീയ പണ്ഡിതരാണെങ്കിലും അവരോട് നമ്മൾ വളരെ സ്നേഹാദരങ്ങളോടാണ് മറുപടി പറയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ എടുക്കുകയാണ്. ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മറുപടി തുടങ്ങാം. മുസ്ലിം ഐക്യം എന്ന വീഡിയോ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ലോകത്ത് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും അങ്ങനെ പറഞ്ഞ് തെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയ കാരണങ്ങൾക്ക് വേണ്ടി. നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികൾ വരെ ഈ ക്രിസ്ത്യൻ മുസ്ലിം, അത് പ്രത്യേകിച്ച് തീവ്ര ഹിന്ദുത്വവാദികൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ രണ്ട് തരം തീവ്രതയുണ്ട്. തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്, അവർ തെറ്റിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആംഗിൾ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സ്പർദ്ധയെക്കുറിച്ചാണ് പറയുന്നത്. ഇതേപോലെ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്, തീവ്ര ക്രിസംഗികളുണ്ട്. അങ്ങനെ ഈ മൂന്ന് വിഭാഗത്തിലും തീവ്രതയുള്ളവരുണ്ട്. നമുക്ക് എല്ലാ വിഭാഗത്തിലെയും മിതവാദികളെയാണ് വേണ്ടത്. സംഘർഷം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ലോകതലത്തിൽ, അങ്ങനെ പല ആൾക്കാരും ശ്രമിക്കുന്നു. അപ്പോൾ ആ അവസരത്തിലാണ് ലോകത്തിലെ ഏറ്റവും പ്രധാന ക്രിസ്തീയ 2-3 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകം പറഞ്ഞായിരുന്നു ഈ മുസ്ലിമീങ്ങള് അവരുപയോഗിക്കുന്ന വാക്ക് ഉമ്മത്തീങ്ങള്, കൗമ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സമുദായത്തെ വല്ലാതെ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ളത്. ഒരുപാട് പേര് അവരുടെ സമുദായത്തെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. സ്വസമുദായ സ്നേഹമല്ല വർഗീയത, അന്യ സമുദായ വിദ്വേഷമാണ്. ഓർക്കുക, സ്വസമുദായ സ്നേഹം അല്ല വർഗീയത, അന്യ സമുദായ ദേഷ്യമാണ് അല്ലെങ്കിൽ വിദ്വേഷമാണ്. ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം എല്ലാവരുടെയും ഒരു കൈയിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ, മറുകൈയിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ. അങ്ങനെയാണ് നമ്മുടെ ക്രിസ്ത്യൻ പള്ളികൾ ഇന്നേ വരെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കൈയിൽ മുസ്ലിം സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ, മറുകൈയിൽ പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ. അങ്ങനെയാണ് തങ്ങൾ കുടുംബവും മുസ്ലിങ്ങളും അല്ലെങ്കിൽ മുസ്ലിം ലീഗും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കൈയിൽ നായർ ഹിന്ദു സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ, മറുകൈയിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ. അതാണ് ഭാരതകേസരി മന്നത്തനാവനും NSSും ചെയ്യുന്നത്. ഒരു കൈയിൽ ശ്രീനാരായണീയ ഈഴവ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ, മറുകൈയിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ. അതാണ് വിശ്വഗുരുവായി നമ്മുടെ ഇടയിൽ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ളവർ ചെയ്തു. ഒരു കൈയിൽ പുലയ സമുദായത്തിൻ്റെ KPMSൻ്റെ താല്പര്യങ്ങൾ, മറുകൈയിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ. അതാണ് മഹാനായ മഹാത്മാ അയ്യങ്കാളി ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഓരോ സമുദായത്തിൽ നിന്നും എനിക്ക് എടുത്തു പറയാം. ഇവരെല്ലാവരും ചെയ്ത പാത അതാണ്. രണ്ട് കൈകൾ കൊണ്ട്, നമുക്ക് രണ്ട് കൈകളാണ് ദൈവം തന്നിരിക്കുന്നത്. യാഹ്വേ അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ പരബ്രഹ്മം, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് കൈകളാണ്. ഒരു കൈ കൊണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ, ഒരു കൈ കൊണ്ട് എല്ലാവരുടെയും താല്പര്യങ്ങൾ. ഇതാണ് മഹാത്മാഗാന്ധിയും ചെയ്തിരുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ അവരുടെ സമുദായത്തിലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പോരായ്മയല്ല, നന്മയാണ്. അതേപോലെ ക്രിസ്ത്യാനികൾ സ്വന്തം സമുദായത്തിലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. ഹിന്ദുക്കൾ, ഞങ്ങൾക്കാണ് ഏറ്റവും കുറവ്, ഹിന്ദുക്കൾ സ്വന്തം സമുദായത്തിലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ഈ ബാലൻസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് മുസ്ലിമീങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പരസ്പരം ഇവർ ഭയങ്കര വിഭാഗീയതയായിട്ട് നമുക്ക് തോന്നും. സുന്നികളിൽ തന്നെ AP സുന്നി വേറെ, EK സുന്നി വേറെ എന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, ഖാദിയാനി, തബ്ലീഗ് എന്നിങ്ങനെ ഒരുപാട് വിഭിന്നത നമുക്ക് തോന്നും. ആ കൂട്ടത്തിൽ തന്നെ എന്താ പറയുക, ജമാഅത്ത് ഇസ്ലാമി വേറെ, മുസ്ലിം ലീഗ് വേറെ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. പക്ഷെ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. അതായത് തീവ്ര ചിന്തയുള്ള മുസ്ലിമീങ്ങളും വളരെ ലിബറലായി നമ്മൾ കാണുന്ന ഭയങ്കര മൊയിലും കുഞ്ഞുങ്ങൾ പോലത്തെ മുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടാണ്. ലിബറൽ മുസ്ലിങ്ങൾ എന്നൊരു വിഭാഗമില്ല. അത് ഈ പലപ്പോഴും ഇടതുപക്ഷക്കാരുണ്ടാക്കുന്നതാണ്. പകരം ഉള്ളത് ബഹുസ്വരവാദികളായ മുസ്ലിങ്ങളാണ്, പ്ലൂറലിസ്റ്റിക് മുസ്ലിങ്ങളാണ്. താങ്കൾ ഇനിയും പറയുന്നത് പോലെ ലക്കും ദീനുക്കും വലിയ ദീൻ, നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളാണ്. വ്യത്യസ്ത പാതകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതേ ഉള്ളൂ. ആത്യന്തികമായി എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ തൻ്റെ വിശ്വാസം, അങ്ങയുടെ വിശ്വാസം, മുസ്ലിം സഹോദരൻ്റെ വിശ്വാസം മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെ ബഹുസ്വരതയുടെ പാതയിൽ പോകുന്നവർ. രാത്രിയിലാകുമ്പോൾ അതിന് തെളിവായിട്ട് നമ്മുടെ ഓലിക്കരാട്ട് അച്ഛൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇലക്ഷന്റെ തലേന്ന് എല്ലാവരും കൊടപ്പനക്കൽ തറവാട്ടിൽ ഒരുമിച്ച് കൂടുന്ന രംഗം. നല്ല കാര്യമാണ്. ആ പാണക്കാട് തങ്ങൾ കുടുംബം, കൊടപ്പനക്കൽ തറവാടെന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങൾ കുടുംബം, ആ പാണക്കാട് തങ്ങൾ കുടുംബം ഈ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിനായി സ്വന്തം താല്പര്യങ്ങൾ ബലികഴിച്ചതാണ്.
മാരിയോജി ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കലാപം ഉണ്ടായിട്ടും കേരളത്തിൽ ഒരു കലാപവും സംഘർഷവും ഇല്ലാതിരുന്നത് മുസ്ലിം ലീഗിൻ്റെ കൂടെ ക്രെഡിറ്റാണ്. അവർക്കതിന് വില കൊടുക്കേണ്ടി വന്നത് അവരുടെ പാർട്ടിയിൽ സ്പ്ലിറ്റ് ഉണ്ടായി. അങ്ങനെയാണ് INL ഉണ്ടാകുന്നത്. മുസ്ലിം വിഭാഗം അന്ന് വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രതികരിച്ചില്ല, തണുപ്പനായിപ്പോയി, കുറേ കൂടെ ചൂടുള്ള പ്രതികരണം വേണം, അന്ന് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞില്ല, തുടങ്ങിയ പല കാര്യങ്ങൾ കൊണ്ടാണ് INL എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായത്. സ്വന്തം സമുദായത്തിൻ്റെയും സ്വന്തം വേദനയും കടിച്ചമർത്തി പൊതുസമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് എന്നും അത്. സ്വന്തം താല്പര്യങ്ങൾ ബലി കഴിച്ച് എല്ലാ സമൂഹത്തിനും വേണ്ടി നിൽക്കുന്നവരാണ്. അങ്ങനെ തന്നെയായിരുന്നു പണ്ട് NSS, അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ, അങ്ങനെ തന്നെയായിരുന്നു മന്നത്തുരാമൻജി, അങ്ങനെ തന്നെയായിരുന്നു ക്രിസ്ത്യൻ സഭകൾ. അതായത് നമ്മുടെ താല്പര്യങ്ങളുണ്ട്, പക്ഷേ സ്വന്തം താല്പര്യങ്ങൾ ലാർജർ സമൂഹത്തിന് വേണ്ടി ബലി കഴിക്കുന്നവരാണ് നമ്മുടെ പള്ളിയിലച്ചന്മാർ, പുരോഹിതന്മാർ, അല്ലെങ്കിൽ മുഖ്യധാര പള്ളിയിലച്ചന്മാരും പുരോഹിതന്മാരും, നമ്മുടെ മുസ്ലിം ലീഗ്, അല്ലെങ്കിൽ നമ്മുടെ NSS, SNDP, ഇവരെല്ലാം അങ്ങനെയുള്ളവരായിരുന്നു എന്ന് നമ്മൾ മറക്കരുത്. മുസ്ലിം നാമധാരികളായ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അച്ഛനെ ഒരുപാട് തെറിവിളിച്ചെങ്കിലും അതൊരു സത്യാവസ്ഥയാണ്. ആ അച്ഛനെ ആരും തെറിവിളിക്കേണ്ട കാര്യമില്ല. അച്ഛനെ ആരാ തെറിവിളിക്കുന്നത്? അച്ഛനെ ആരും തെറിവിളിക്കില്ല. ഈ കപട മതേതരവാദികൾ മാത്രമേ തെറിവിളിക്കൂ. അതായത് അദ്ദേഹം പറയുന്നത്, ഇലക്ഷന് തലേ ദിവസം എല്ലാവരും മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി കൊടപ്പനക്കൽ തറവാടിൽ ഒന്നിച്ചു കൂടും. നല്ല കാര്യമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ വംശപാരമ്പര്യത്തിൽ വരുന്നവരാണ് തങ്ങന്മാരെന്നാണ് നമ്മുടെ വിശ്വാസം. അവർ ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അവരോട് എല്ലാവർക്കും ആദരവ്. അതുകൊണ്ടാണ് BJP അടക്കം തീവ്ര ഹിന്ദുത്വവാദികൾ പോലും ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറയും, പോപ്പുലർ ഫ്രണ്ടിനെ കുറ്റം പറയും, SDP-യെ കുറ്റം പറയും, മുസ്ലിം ലീഗിനെ കുറ്റം പറയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആദരണീയനായ സാദിഖ് അലി തങ്ങൾക്കെതിരെ AI-യും മറ്റു കാര്യങ്ങളും വെച്ച് വ്യാജ പ്രചരണവും ചീത്ത ചിത്രങ്ങളും മറ്റുമൊക്കെ വന്നപ്പോൾ CPM, കോൺഗ്രസ് ഭേദമന്യേ എല്ലാവരും അതിനെതിരെ ആഞ്ഞടിച്ചത് ആ കുടുംബം പല നൂറ്റാണ്ടുകൾ കൊണ്ട് ആർജിച്ചെടുത്ത നന്മയും സ്വന്തം താല്പര്യങ്ങളെ ബലി കഴിച്ച് താങ്കൾക്കും എനിക്കും നമ്മുടെ പൊതുസമൂഹത്തിനും വേണ്ടി നിൽക്കാനുള്ള അവരുടെ നന്മ കൊണ്ടാണ്. അതിനെ ശരിവെക്കുന്നതാണ് ഈ പോസ്റ്റ്. കണ്ണടയൊന്നും വേണ്ട കാര്യമില്ല, ഒന്ന് മര്യാദയ്ക്ക് നോക്കിക്കൊള്ളു കേട്ടോ. പ്രത്യേകിച്ച് ഒന്ന് നോക്കിക്കൊള്ളു, ഞാനത് വായിക്കാം. തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് നിൽക്കണം. എല്ലാ മുസ്ലിം വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇങ്ങനെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. തെരഞ്ഞെടുപ്പിൽ പക്ഷേ നമ്മൾ ഹിന്ദുക്കളെതിരെ നിൽക്കണം, ക്രിസ്ത്യാനികൾക്കെതിരെ നിൽക്കണം എന്നാരെങ്കിലും പറഞ്ഞാൽ തെറ്റാണ്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാ ഹിന്ദു വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റാണ് മഹാത്മാഗാന്ധി. ഹിന്ദു ഐക്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ, പൂന പാക്ട് സാധ്യമാക്കിയ, എൻ്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ ഹിന്ദുക്കളെ വിഭജിക്കാൻ ഞാൻ അനുവദിക്കൂ എന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. അത് ഹിന്ദുക്കൾ മറന്നുപോയി, വിശിഷ്യ ഹിന്ദുക്കളിലെ RSSകാരും ഈ സംഘപരിവാറുകാരും മറന്നുപോയി എന്നുള്ള മറ്റൊരു കാര്യം. മഹാത്മാഗാന്ധി ജീവിതത്തിൽ മരണം വരെ സത്യാഗ്രഹം കിടക്കുന്ന 2-3 അവസരങ്ങളേ ഉള്ളൂ. അതിലൊരു അവസരം ഇതാണ്. ഗാന്ധിജി മരണത്തിനടുത്ത് വരെ എത്തുകയാണ്. ഗാന്ധിജി പറയുകയാണ്, എൻ്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ നിങ്ങൾ ഹിന്ദുക്കളെ വിഭജിക്കൂ. 1932 കമ്മ്യൂണൽ അവാർഡ് രാംസെ മക്ഡൊണാൾഡ്, അതിൽ അതിശക്തമായ രീതിയിൽ മഹാത്മാഗാന്ധിക്ക് നിലപാടെടുക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? നിലപാടെടുക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നല്ല ശ്രീരാമഭക്തനാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നല്ല ഹിന്ദുവാണുള്ളത്, ഹിന്ദുത്വവാദി അല്ല. അല്ലാത്ത പക്ഷം സമുദായത്തെ അള്ളാഹു പിന്തുണയ്ക്കില്ല. കണ്ടോ? അതായത് രാഷ്ട്രീയ കാര്യങ്ങളിൽ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയ കാര്യങ്ങളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെ ഒറ്റക്കെട്ടായി നിന്ന് ഉണ്ടാക്കിയ സംവിധാനമാണ് UDF എന്ന് പറയുന്നത്. അതായത് ഏറ്റവും നല്ല ഗുരുവായൂരപ്പൻ ഭക്തനായിരുന്ന ലീഡർ K. കരുണാകരൻ സാർ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ, പൊതുവേ നിരീശ്വരവാദ ലൈൻ പിന്തുടരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാർക്കും എതിരെ ഉണ്ടാക്കിയ കൺസോൾട്ടേഷനാണ്, വ്യത്യസ്ത വിശ്വാസ വിഭാഗങ്ങളുടെ കൺസോൾട്ടേഷനാണ് UDF. നായന്മാരെ റെപ്രസെൻ്റ് ചെയ്ത് NDP, ഈഴവ സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്ത് SRP, ക്രിസ്ത്യൻ സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്ത് കേരള കോൺഗ്രസ്, മുസ്ലിം സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്ത് മുസ്ലിം ലീഗ്, ഇവരൊരുമിച്ച് വന്ന് അങ്ങനെ ഉണ്ടാക്കിയ സംവിധാനം തന്നെയാണ്, പൊളിറ്റിക്കൽ ഫോർമേഷനാണ് UDF. അന്ന് അവരെ പിന്തുണയ്ക്കില്ല. പറഞ്ഞത് ആയിഷ ഫർസാന പറഞ്ഞതാണ്, നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പൊ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണിത്. അവരെന്നും ഒറ്റക്കെട്ടായിരിക്കും. ഇസ്ലാം എന്നത് ഞാൻ വ്യക്തമായ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും പറയുന്നതിൻ്റെ റീസൺ എന്താ അറിയാമോ? മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, നമുക്കെതിരെ എന്തോ ഗൂഢാലോചന നടത്തുന്നു എന്ന ചിന്തയുണ്ടാക്കാനാണ്. മാരിയോജി മറന്നു പോകുന്നൊരു കാര്യം,
ഇറാൻ്റെ യുദ്ധം ഉണ്ടായപ്പോൾ, അമേരിക്ക ഇറാൻ്റെ യുദ്ധം ഉണ്ടായപ്പോൾ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഗൾഫ് രാജ്യങ്ങൾ, UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന് വലിയ അനുകൂലമായ നിലപാടൊന്നുമല്ല എടുത്തത്. പക്ഷേ ഇറാൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് കണ്ട് ഇറാനെ അനീതിക്കും അന്യായത്തിനുമാണ് ആക്രമിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ലോകത്തിൽ ഏറ്റവും വലിയ ട്രംപിൻ്റെ വിമർശകനായി മാറിയത് യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം ലഭിച്ച മാർപ്പാപ്പയാണ്. ആലോചിക്കുക, മുസ്ലിം രാജ്യങ്ങൾ ഔദ്യോഗികമായി ട്രംപിനെ എതിർക്കുന്നതിനേക്കാൾ ഇരട്ടി അതിനെ എതിർത്തത് മാർപ്പാപ്പ എന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ച വ്യക്തിയാണ്. അതാണ് അതിൻ്റെ നന്മയും മറ്റും. അതാണ് അപ്പോൾ അങ്ങ് പറയുന്നതിൻ്റെ ആംഗിൾ എനിക്ക് മനസ്സിലായി. പക്ഷേ പറയുന്നതിൽ ചിലർക്കെങ്കിലും ഈ ആർഗ്യുമെൻ്റ് പറയുന്നതിൽ ദുരുദ്ദേശം ഉണ്ടാകുന്നത്, അങ്ങേക്കുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല, പലർക്കും ദുരുദ്ദേശം ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾ ഒരു മോണോലിത്തിക് ബ്ലോക്കാണ്, ഏകശിലാത്മകമായ രൂപമാണ്, അവർ നമുക്കെതിരെ ആഞ്ഞടിക്കാൻ ഗൂഢാലോചന നടത്തുകയാണ്. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇപ്പം ഇറാനിൽ മുസ്ലിങ്ങളല്ലേ, പക്ഷേ ആ മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ പിന്തുണയുമായി വന്നത് ലോകാരാധ്യനായൊരു മാർപ്പാപ്പയാണ്. ക്രിസംഗികൾ മാർ കാക്ക എന്ന് വിളിക്കുന്ന മാർപ്പാപ്പയാണ് വന്നതെന്ന് നമ്മൾ മറക്കണ്ട. അതായത് ഇസ്ലാമിക പശ്ചാത്തലം കൂടി മറ്റൊരു വിഷയമാണ്, അതുകൊണ്ട് പറയുന്നില്ല. മുഹമ്മദ് നബിയെ, നിന്നോട് അവർ ആത്മാവിനെ കുറിച്ച് ചോദിക്കും, നീ അവരോട് പറയുക, ആത്മാവ് അള്ളാഹുവിന്റെ കാര്യത്തിൽ പെട്ടതാണ്, എനിക്ക് ആത്മാവിനെ കുറിച്ചൊന്നും അറിയില്ല. മുസ്ലിങ്ങളുടെ പ്രത്യേകത അത് തിയോളജിക്കലും സ്പിരിച്വലുമാണ്. നേരത്തെ പറഞ്ഞത് സോഷ്യലും പൊളിറ്റിക്കലുമാണ്. അപ്പോൾ തിയോളജിക്കലും പൊളിറ്റിക്കലും ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. തൽക്കാലം നമുക്ക് സോഷ്യലും പൊളിറ്റിക്കലും ആംഗിളുകൾ നോക്കാം. അവർ വർത്താനം പറയും ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലുത്, എനിക്ക് എൻ്റെ മതം വലുതെന്നൊക്കെ അവർ പറയുമെങ്കിലും ഇസ്ലാം ഒന്നീ അവര് എന്നുള്ള പ്രയോഗം തന്നെ ശരിയല്ല. നമ്മൾ അതുകൊണ്ടാണ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സഹോദരനെന്നും മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം സഹോദരനെന്നും ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു സഹോദരനെന്നും പറയുന്നത്. ആ സാഹോദര്യം നമ്മുടെ വാക്കുകളിൽ പോലും വേണം. അവർ ഇല്ല, അപരവൽക്കരണമല്ല, പകരം നമ്മളാണ്. നമ്മൾ ക്രിസ്ത്യാനികളും നമ്മൾ മുസ്ലിങ്ങളും നമ്മൾ ഹിന്ദുക്കളും നമ്മൾ മലയാളികളും നമ്മൾ ഇന്ത്യക്കാരും നമ്മൾ മനുഷ്യരുമാണ്. അങ്ങേപ്പോലൊരു ആത്മീയ ആചാര്യൻ അത് എന്താ പറയുക, അത് ചിന്തിക്കണമെന്ന് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. എന്നത് ഒരു മതമായതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ഇതൊരു ആത്മീയമായ മതമാണെന്ന്. ഇത് ആത്മീയമായ മതമേ അല്ല, ഇതൊരു രാഷ്ട്രീയ മതമാണ്. ആത്മീയമായ മതമല്ല, രാഷ്ട്രീയമായ മതമാണ്. ഇതിന് മാരിയോജിക്ക് ഞാൻ സ്വാമി വിവേകാനന്ദനെ വെച്ച് മറുപടി നൽകാം. സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസി, കൃത്യമായി എല്ലാ മതങ്ങളെയും പഠിച്ചു പറയുന്നുണ്ട്, എല്ലാ മതങ്ങളിലും നന്മയുണ്ട്. അപ്പോൾ അദ്ദേഹം പാശ്ചാത്യ ലോകത്ത് പോയപ്പോൾ ചില അവിടുത്തെ അന്നത്തെ ക്രിസംഗികൾ എന്ന് പറയാം, അല്ലെങ്കിൽ അന്നത്തെ ക്രിസ്ത്യൻ ഹാർഡ്ലൈനേഴ്സ് ഇസ്ലാം മതത്തെ അപമാനിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മതത്തിൽ നന്മയുണ്ട്, നന്മയില്ലാതെ ഒരു കാര്യവും നിലനിൽക്കില്ല. നിങ്ങളിൽ ചില ആൾക്കാർ പറയും അത് വാളുകൊണ്ട് മാത്രമാണ് വരുന്നത്, പക്ഷേ അല്ല, എല്ലാ മതങ്ങളിലുമുള്ള അന്തർലീനമായ നന്മ കൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ധർമ്മം, പാത, വിശുദ്ധ മതം ഇത്രയും നൂറ്റാണ്ടുകൾ നിലനിന്നതെന്ന് സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയല്ല, മുസ്ലിമല്ല, അദ്ദേഹം ഏറ്റവും വലിയ ഹിന്ദു സന്യാസിയാണ്. ഞങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസധാരകളെ ഇന്ന് കാണുന്ന രീതിയിൽ റിഫൈൻ ചെയ്തെടുത്ത ആളാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ മാരിയോജിക്ക് മറുപടി സ്വാമി വിവേകാനന്ദനാണ്. പിന്നെ എല്ലാ മതങ്ങളിലും ഈ തെറ്റായ രാഷ്ട്രീയ ധാരയുണ്ട്. ഇസ്ലാമിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്, ക്രിസ്ത്യാനികളിൽ തീവ്ര ക്രിസംഗികളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലൊക്കെ കാണുന്നത് പോലെ ഈ ക്രിസ്ത്യാനിറ്റിയെയും ദൈവത്തെയും വെച്ച് ആയുധങ്ങൾ വെച്ച് ബാക്കിയുള്ളവരെ കൊല്ലുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്, ഗോഡ്സേവാദികളുണ്ട്. അതുകൊണ്ട് എല്ലാ മതങ്ങളിലും രാഷ്ട്രീയം കളിക്കുന്നവരുണ്ട്. അവരല്ല നമ്മുടെ പാത, ആത്മീയതയുടെ പാതയിൽ പോകുന്നവരാണ്. ഇതൊരു രാഷ്ട്രീയ പാർട്ടി പോലെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. പൊളിറ്റിക്കൽ ഇസ്ലാം ശരിയല്ല, പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി ശരിയല്ല, പൊളിറ്റിക്കൽ ഹിന്ദുത്വ ശരിയല്ല. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കാട്ടും നല്ല വാക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിസം ശരിയല്ല, പൊളിറ്റിക്കൽ ക്രിസംഗിത്തരം ശരിയല്ല, പൊളിറ്റിക്കൽ ഹിന്ദുത്വവാദം ശരിയല്ല. ഗാന്ധിജി രാഷ്ട്രീയക്കാരനായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു, നല്ല ഹിന്ദു വിശ്വാസിയുമായിരുന്നു. പക്ഷേ ഗാന്ധിജി ഹിന്ദുത്വവാദിയല്ല. പൊളിറ്റിക്കൽ ഇപ്പം മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ്, ഭാരതരത്നയാണ്, രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ പുള്ളി ഇസ്ലാമിസ്റ്റ് അല്ല, പകരം നല്ല ഇസ്ലാം മത വിശ്വാസിയും നല്ല രാജ്യസ്നേഹിയുമാണ്. ഗാന്ധിജി നല്ല ഹിന്ദുവും നല്ല രാജ്യസ്നേഹിയുമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അന്നത്തെ ക്രിസ്ത്യൻ അന്നത്തെ ക്രിസ്ത്യൻ ആൾക്കാർ, നമ്മുടെ നാട്ടിൽ KE മാമൻ സാറുണ്ട്, ഗാന്ധിയനായിരുന്നു, ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച ആളാണ്, എന്നാൽ രാജ്യസ്നേഹിയാണ്. ഈ ബാലൻസ് ഈസി ആയിട്ട് കൊണ്ടുപോകാം. അത് മുസ്ലിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. പ്രത്യേകത നിങ്ങളുടെ ആത്മാവും ദൈവാത്മാവും തമ്മിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു കൺഫ്യൂഷനാണ്. ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യണം. ഈ ആത്മാവും ദൈവവും രാഷ്ട്രീയവും സമൂഹവും തമ്മിൽ പ്രകടമായ ബന്ധമുണ്ടോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ അത് പരിശോധിക്കാം. ബന്ധമുണ്ടാകും എന്ന് പഠിപ്പിക്കുന്നില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ സംസാരം മുഹമ്മദ് നബിയോട് തീർന്നുപോയി, അതിനുശേഷം ആരോടും അള്ളാഹ് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്.
ആരെങ്കിലും ഒരാൾ അള്ളാഹു എന്നോട് ഇന്നത് പറഞ്ഞു എന്നും പറഞ്ഞ് മുസ്ലിമിന്റെ മുമ്പിൽ ചെന്ന വെട്ടിക്കൊന്നുകളയും. കാരണം അള്ളാഹിന്റെ സംസാര പരിപാടി അങ്ങനെ ആരെയാണ് കൊന്നിട്ടുള്ളത്? വ്യത്യസ്ത ആംഗിളുകൾക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകളില്ലേ? അങ്ങനെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ എല്ലാ മതത്തിനുമില്ലേ? അപ്പോൾ ഉദാഹരണം, ഞാൻ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജൂതനായി, ഏറ്റവും വലിയ മനുഷ്യനായി കാണുന്ന യേശു ക്രിസ്തുവിനെയാണ്. ഇത് ജൂതന്മാർ അംഗീകരിക്കുന്നുണ്ടോ? ജൂതന്മാർക്കിടയിൽ ഒരു മിശിഹ വരും, രക്ഷകൻ വരും, അനോയിൻറ്റഡ് വൺ വരും എന്ന് ജൂതന്മാർ വിശ്വസിച്ചിരുന്നു. യേശു ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇസ്രായേലിൽ പോയപ്പം ജൂതന്മാരോട്, അവിടുത്തെ റാബായിമാരെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അവരോട് ഉള്ള സംഭാഷണത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ല, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജൂതനെ, അതാണ് നിങ്ങളുടെ പോരായ്മ. അപ്പം എന്ന് പറഞ്ഞ് ആശയപരമായി പറഞ്ഞതാണ്. അങ്ങനെ വ്യത്യസ്ത ധാരകൾ എല്ലാ മതത്തിലും ഇല്ലേ? ദൈവശാസ്ത്രപരമായി, വിശ്വാസപരമായി വ്യത്യാസമില്ലേ? അതിന് മുസ്ലിങ്ങളെ ഡീമോണൈസ് ചെയ്യേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ എന്താ പറയണേ, വില്ലനൈസ് ചെയ്യേണ്ട കാര്യമില്ല. നുബുവത്ത് മുഹമ്മദോടെ തീർന്നു. ഖാത്തിമുൻ നബി, ഖാത്തിമുർ റസൂൽ മുഹമ്മദാണ്. അപ്പോൾ ഒരു കുഴപ്പമുള്ളത്, ഈ ഇസ്ലാമിനകത്ത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ആചാരങ്ങൾ നടത്തൽ മാത്രമേ ഉള്ളൂ. എങ്ങനെ നിൽക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ടോയ്ലറ്റിൽ പോകണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഭക്ഷിക്കണം, ഇതൊക്കെ ഉള്ളൂ അവിടെ. ആക്ച്വലി ഒരു തികഞ്ഞ അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇസ്ലാം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ധൈര്യത്തിൽ ഈ പർദ്ദക്കകത്ത് നിന്ന് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. വളരെയധികം ഇഷ്ടത്തോടെ ഞാൻ കാണുന്നതാണ് രാഹുൽ ഈശ്വറിനെ. കാരണം അദ്ദേഹത്തിന്റെ ചിന്താഗതിയെല്ലാം ഒരു ഗാന്ധിയൻ ചിന്താഗതിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾ തമ്മിലും സൗഹൃദം വേണം എന്നുള്ള ചിന്താഗതിക്കാരനാണ്. തീവ്ര ഹിന്ദുക്കളെ ആൾക്ക് ഇഷ്ടമല്ല, തീവ്ര മുസ്ലിങ്ങളെയും ആൾക്ക് ഇഷ്ടമല്ല, തീവ്ര ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല. പക്ഷെ അതേ സമയത്ത് രാഹുൽ ഈശ്വറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അങ്ങ് ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇന്ന് വ്യക്തമായി ഞാൻ അങ്ങയുടെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പൊ കൂട്ടുകാർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാവോ. എന്താണ് രാഹുൽ ഈശ്വർ പറയുന്നത്? ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം വേണമെന്ന് മാർപ്പാപ്പ. ലോകത്ത് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും അങ്ങനെ പറഞ്ഞ് തെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയ കാരണങ്ങൾക്ക് വേണ്ടി. നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികൾ വരെ ഈ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ലോക തലത്തിൽ അങ്ങനെ പല ആൾക്കാരും ശ്രമിക്കുന്നു. അപ്പോൾ ആ അവസരത്തിലാണ് ലോകത്തിലെ ഏറ്റവും പ്രധാന ക്രിസ്തീയ പുരോഹിതൻ, ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ വെളിച്ചങ്ങളിൽ ഒന്ന് പോപ്പ് ലിയോ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം ലോകത്തിന് ആവശ്യമാണ് എന്ന് ഓർക്കുക. നമ്മുടെ രാഷ്ട്രീയത്തെ മഹാത്മാഗാന്ധി പറയും ഹിന്ദു മുസ്ലിം ഐക്യം ആവശ്യമാണ്. എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വ്യത്യസ്ത വിശ്വാസ വിഭാഗങ്ങൾക്കാണ്. ഇതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ പോപ്പ് ഇത് കോട്ട് ചെയ്യുന്നത് മുമ്പ് പള്ളികളിൽ തന്നെയുള്ള നോസ്ട്രാ അറ്റേറ്റ് എന്ന് പറയുന്ന ഡോക്യുമെന്റിനെ, അതിൽ പള്ളിയുടെ തന്നെ നിലപാട്, ഔദ്യോഗിക നിലപാട്, ചർച്ച് റിജക്ട്സ് നത്തിങ് വാട്ട് ഈസ് ട്രൂ ആൻഡ് ഹോളി ഇൻ ദീസ് റിലീജിയൻസ്. എല്ലാ മതങ്ങളിലുമുള്ള ഇത് വത്തിക്കാന്റെ നിലപാടാണ്, രാഹുൽ ഈശ്വറിന്റെ അല്ല. ഹോളിയുമായ കാര്യങ്ങളൊന്നും നമ്മൾ റിജക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് വളരെ മനോഹരമായ ഒരു വാചകമുണ്ട്. എല്ലാ വിശ്വാസങ്ങളും they often reflect a ray of truth which enlightens all men and women. എല്ലാ വിശ്വാസങ്ങളിലുമുള്ള നമ്മളെ എൻലൈറ്റൻ ചെയ്യുന്ന, നമ്മളെ നന്മയിലേക്ക് എത്തിക്കുന്ന, നമുക്ക് നന്മയുടെയും പ്രകാശത്തിന്റെയും വഴി കാണിച്ചു തരുന്ന, എല്ലാ പുരുഷനും സ്ത്രീക്കും ആ പ്രകാശത്തിന്റെ വഴി കാണിച്ചു തരുന്ന ആ റേയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ബൗദ്ധരും വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാം വയലൻസിനെ ഡിനൗൺസ് ചെയ്ത് പീസിലേക്ക്, സമാധാനത്തിലേക്ക്, പ്രജുഡിസും ഹേട്രഡും ആങ്കറും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് പോപ്പ് പറയുന്നത് ദൈവാനുഗ്രഹം ഉണ്ടാകും. രാഹുൽ ഈശ്വർ പറയുന്ന ഒന്നാമത്തെ കാര്യം, മാർപ്പാപ്പ പറയുന്നു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം വേണം എന്ന് ലിയോ മാർപ്പാപ്പ പറയുന്നു എന്ന്. പൊന്നു രാഹുൽ ഈശ്വർ, ഇത് ലിയോ മാർപ്പാപ്പ മാത്രമല്ല, അതിനു മുമ്പുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ മുസ്ലിം പള്ളികളിലേക്ക് പോയി അവരുടെ ഖുർആൻ ചുംബിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഇപ്പം ഫ്രാൻസിസ് അല്ല, അതിന് മുമ്പുള്ള മാർപ്പാപ്പയാണെന്നാണ് ഉണ്ടാവുന്നത്. അതിന് മുമ്പുള്ള മാർപ്പാപ്പയാണിത്. അതായത് തീർച്ചയായിട്ടും അതെ, ഖുർആൻ ചുംബിക്കുന്നത് മാർപ്പാപ്പ അടക്കം, പോപ്പ് ഫ്രാൻസിസ് അടക്കം, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അവസാന സഞ്ചരിച്ചിരുന്ന വാഹനം അദ്ദേഹം പാലസ്തീനിലെ കുട്ടികൾക്കും മറ്റുമാണ് കൊടുക്കുന്നത്. ഇവരെല്ലാം ഇത് ചെയ്തത് ഇവർക്ക് വ്യത്യസ്ത മതങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടല്ലല്ലോ. മാരിയോജിയേക്കാളും എന്നേക്കാളും ഒക്കെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഒക്കെ പഠിച്ചവരല്ലേ മാർപ്പാപ്പമാർ. ആ മാർപ്പാപ്പമാരടക്കം അങ്ങനെ പരിശുദ്ധ ഖുർആൻ പോയി ചുംബിച്ചെങ്കിൽ അതിൻ്റെ പിന്നിലെ അർത്ഥം എന്താണ്? പരിശുദ്ധ ഖുർആൻ ആകട്ടെ, ഇത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ, മാരിയോജിയിൽ നിന്ന് കിട്ടിയ അറിവാണ്. ആ അറിവിന് നന്ദി പറയുന്നു. അതായത് ഇത് പരിശുദ്ധ ഖുർആൻ മാർപ്പാപ്പ ചുംബിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഇതടക്കം ഈ വ്യത്യസ്ത ആത്മീയ ആചാരന്മാർ നമുക്ക് വെളിച്ചം കാണിച്ചു തരുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ പാതയല്ലേ, ബഹുസ്വരതയുടെ പാതയല്ലേ.
അതിന് മുമ്പുള്ള മാർപ്പാപ്പ നമ്മൾ ബെനഡിക്ട് 16 എടുത്താലും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജോൺ പോൾ മാർപ്പാപ്പ എടുത്താലും ഇങ്ങനെ ജോൺ പോൾ മാർപ്പാപ്പയുടെ ചിത്രമാണെന്നാണ് ധാരണ. എല്ലാ മാർപ്പാപ്പമാരും ഒരിക്കലും മുസ്ലിം ക്രിസ്ത്യൻ വിദ്വേഷം വേണം എന്ന് പ്രസംഗിച്ചിട്ടില്ല. ഇനി ഒരിക്കലും സഭ പ്രസംഗിക്കാൻ പോകുന്നുമില്ല. മുസ്ലിം ക്രിസ്ത്യൻ വിദ്വേഷം വേണമെന്നല്ല, മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെഗറ്റീവിലല്ല, പോസിറ്റീവിലാണ് മാരിയോജി പറഞ്ഞിട്ടുള്ളത്. അങ്ങ് ശ്രദ്ധിക്കണം. ഐക്യം വേണം, സ്നേഹം വേണം എന്ന് തന്നെയാണ് പ്രസംഗിച്ചത്. പക്ഷേ ഈ ഐക്യത്തിനകത്തുള്ള അപകടത്തെ എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ മനസ്സിലാക്കാത്തതെന്നാണ് എൻ്റെ ഞാൻ ചോദ്യം ആദ്യം തിരിച്ചു ചോദിക്കട്ടെ. രാഹുൽ ഈശ്വർ സാധാരണക്കാരനാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ ജീവിക്കുന്ന ആളാണ്. ലോകത്തിൽ 150 കോടിയോളം ഉള്ള അല്ലെങ്കിൽ 100 കോടിയിൽ പരമുള്ള കത്തോലിക്കരുടെയും 200 കോടിയുടെ ആദരണീയനായ മാർപ്പാപ്പ അങ്ങനെ ചെയ്യുന്നെങ്കിൽ, ക്രിസ്ത്യൻ മുസ്ലിം ഐക്യത്തിന് അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അവരത് പറയണ്ടേ? അങ്ങനെ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യത്തിൽ അപകടം ഒളിഞ്ഞിരിപ്പില്ല എന്നുള്ളത് കൊണ്ടല്ലേ മാർപ്പാപ്പമാർ ഇത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ വരി ഒന്നുകൂടെ കേൾക്കണേ. ചോദ്യം. പക്ഷേ ഈ ഐക്യത്തിനകത്തുള്ള അപകടത്തെ എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ മനസ്സിലാക്കാത്തതെന്നാണ് എൻ്റെ ചോദ്യം. ഈ ഐക്യത്തിനകത്ത്, മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിനകത്ത് അപകടമുണ്ടെങ്കിൽ മാർപ്പാപ്പമാരെന്താ മനസ്സിലാക്കാത്തത്? രാഹുൽ ഈശ്വർ പോട്ടെ, രാഹുൽ ഈശ്വർ സാധാരണക്കാരനാണ്, മാർപ്പാപ്പമാരെന്താ മനസ്സിലാക്കാത്തത്? അപ്പോൾ ഐക്യത്തിൽ അപകടമില്ല, അനൈക്യത്തിലാണ് അപകടം. ഐക്യത്തിൽ ഒരു അപകടവുമില്ല മാരിയോജി, അനൈക്യത്തിലാണെന്നും അപകടം ഉണ്ടാകുന്നത്. അങ്ങ് ശ്രദ്ധിക്കണം. എന്നും ലോകത്ത് ഐക്യമാണ് ലോക ജനതയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് ക്രിസ്ത്യൻ സഭകൾക്കിടയ്ക്കും എക്യുമെനിക്കൽ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്, എൻ്റെ ധാരണ ശരിയാണെങ്കിൽ, ക്രിസ്ത്യൻ ഐക്യത്തിന് വേണ്ടിയാണ്. ഐക്യമാണ് മനുഷ്യൻ്റെ മുമ്പോട്ടുള്ള പാത, അനൈക്യമല്ല. അനൈക്യമാണ് അപകടം. ഇവിടെ സഭ പഠിപ്പിക്കുന്നത് നൊസാത്രെ ഐത്താത്തെ എടുത്തിട്ട് തന്നെ താങ്കൾ കോട്ട് ചെയ്ത് പറയുകയാണ്. നൊസാത്രെ ഐത്താത്തെ എടുത്തിട്ട്, നൊസാത്രെ എത്താത്തെ എന്നുള്ളത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻ്റ് ആണ്. എല്ലാ മതങ്ങളിലുമുള്ള സത്യത്തിന്റെ കിരണങ്ങളെ സഭ ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഇത് ഖുർആൻ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് എന്തുകൊണ്ട് താങ്കൾ ചോദിക്കുന്നില്ല? തീർച്ചയായും പരിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നത് കൊണ്ടല്ലേ 5 തവണയാണ് പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നത്. 25 തവണയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ആലങ്കാരികമായി അതായത് നമ്പേഴ്സ് ആലങ്കാരികമായി പറഞ്ഞതേ ഉള്ളൂ. എല്ലാ പ്രവാചകന്മാർക്കും തുല്യ പ്രാധാന്യവും ഒരേപോലെ ആദരവും മറ്റുമാണ്. യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തിന് അതിലൊരു ചാപ്റ്റർ ഉണ്ടാകുന്നത്. ദൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കാണും, പക്ഷേ ഈ പ്രവാചകന്മാരെ, ദൈവദൂതന്മാരെ, അല്ലെങ്കിൽ മിസിഹെ, അൽ മസീഹ് അല്ലെങ്കിൽ മിഷിഹ എന്ന വാക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11 തവണയാണ് പരിശുദ്ധ ഖുർആനിൽ അൽ മസീഹ് അല്ലെങ്കിൽ മിഷിഹ എന്ന് യേശു ക്രിസ്തുവിനെ പറയുന്നത്. ദൈവശാസ്ത്രപരമായി ക്രൂസിഫിക്ഷൻ എന്ന വിഷയത്തിൽ മുസ്ലിം മതത്തിന് വ്യത്യാസം കാണും, പക്ഷേ അടിസ്ഥാനപരമായി ഒരേ ചൈതന്യത്തെ അല്ലെങ്കിൽ ബഹുസ്ഫുരണമല്ലേ? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സഹോദരങ്ങളല്ലേ? സഭയ്ക്ക് ഇതര മതങ്ങളോടുള്ള ബന്ധം അത് വളരെ സ്നേഹപൂർണമാണെന്നും കാരുണ്യപൂർണമാണെന്നും രക്ഷാകര ദൗത്യത്തോടെയാണെന്നും വ്യക്തമായി സഭ പഠിപ്പിക്കുന്നു. പക്ഷെ ഖുർആനിന്, മുസ്ലിമീങ്ങളുടെ ഖുർആനിന് മറ്റ് മതങ്ങളോടുള്ള സമീപനം എന്താണെന്ന് എന്താ താങ്കളൊന്ന് പഠിക്കാത്ത? അത് പഠിച്ചുകൊണ്ടാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അടക്കം എല്ലാ മതങ്ങളെ അതായത് നമുക്ക് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ചില വരികൾ ശരിയായിട്ട് വായിക്കാനും ചില വരികൾ തെറ്റായിട്ട് വായിക്കാനും കഴിയും. അതിലെ തെറ്റിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നിരീശ്വരവാദികൾ ഒരു വശത്തും തീവ്രവാദികൾ മറുവശത്തും ദുരുപയോഗം ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അതായത് നിരീശ്വരവാദികൾ ഇത് മുഴുവൻ മോശമാണെന്ന് ചിത്രീകരിക്കാനും എല്ലാ മതങ്ങളും തെറ്റാണെന്ന് ചിത്രീകരിക്കാനും ശ്രമിക്കും. അതേപോലെ തീവ്ര സ്വരക്കാർ, അത് ഹിന്ദുവിലുള്ള തീവ്ര ഹിന്ദുത്വവാദികളാകട്ടെ, തീവ്ര ഇസ്ലാമിസ്റ്റുകളാകട്ടെ, തീവ്ര പ്രസംഗികളാകട്ടെ, ഇവർ അവരവരുടെ ഗ്രന്ഥങ്ങളിലെ വരികളെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന രാഹുൽ ഈശ്വർ താമസിയാതെ തന്നെ ഖുർആനിന് മറ്റു മതങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ക്ലാസ് ഇടുമെന്ന്, അല്ലെങ്കിൽ അറിയാവുന്ന മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിച്ചു പഠിക്കുമെന്ന്. ഇനി ഒന്നുമില്ല, വെറുതെ ജെമിനിയോടെങ്കിലും ഒന്ന് ചോദിച്ചു പഠിക്കേണ്ടതുണ്ട്. കാരണം മുസ്ലിം നമുക്ക് ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ ജെമിനിയോട് ചോദിക്കാൻ പോവാണേ. പ്രത്യേകത, അവർ വർത്താനം പറയുമ്പോൾ പറയും ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലുത്, എനിക്ക് എൻ്റെ മതം വലുതെന്നൊക്കെ അവർ പറയുമെങ്കിലും അവർക്ക് അവരുടെ ദീനിൽ പെടാത്ത ആളുകളെല്ലാം കാഫിരീങ്ങളാണ്, അവർ സത്യനിഷേധികളാണ്. അവരുമായി കൂട്ടുകൂടാൻ ഒരിക്കലും ഖുർആൻ സമ്മതിക്കുന്നില്ല. ഇന്നലെയും ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വർ, ഖുർആൻ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ സഹവാസികളായി, ഉറ്റമിത്രങ്ങളായി, ഫ്രണ്ട്സുകളായി ക്രിസ്ത്യാനികളെ യഹൂദരെയോ കൂട്ടാൻ പാടില്ല. അവർ പരസ്പരം കൂട്ടാളികളാണ്, അവരെന്നും നിങ്ങളുടെ ശത്രുക്കളാണ്. നിങ്ങൾ ശരി, നമുക്ക് നോക്കാം. അദ്ദേഹം ജെമിനയെ നോക്കാൻ പറഞ്ഞതല്ലേ, നമുക്ക് ലൈവായി ഇപ്പം ജെമിനയെ അടിച്ചു നോക്കാം. സൂറ അൽ മൈദ 551. നമുക്കിപ്പം തന്നെ ജെമിനയിലും ചാറ്റ് GPT-യിലും എന്നെ ജെമിനെ മറ്റേ AI അഡ്വാൻസ്ഡ് വേർഷനാണുള്ളത്. ജെമിനെ ഞാൻ മറ്റേ 3500 കൊടുത്തിട്ടുള്ള വേർഷനാണുള്ളത്. സൂറ അൽ മൈദ 551 അതല്ലേ അദ്ദേഹം പറഞ്ഞത്? 551.
വാട്ട് ഈസ് ദ ടെക്സ്റ്റ്, ഇനി അടുത്താണ് പ്രധാനം, വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് മീനിങ്. ഞാൻ വേറൊന്നും അടിക്കുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ജെമിനിയോട് ചോദിക്കുകയാണ്. നമുക്ക് വായിച്ചു നോക്കാം. സൂറ അൽ മൈദ 551 ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഡിസ്കസ് വേഴ്സ് ഇൻ ഖുറാൻ. ഖുറാനിലെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന വേഴ്സാണ് ഇത്. ഇൻ്റർഫെയ്ത്ത് റിലേഷനും പൊളിറ്റിക്കൽ അലയൻസസിനെയും കുറിച്ചും കൂടി പറയുന്നതാണ്. To understand it properly, one must look at the literal Arabic historical circumstance of its revelation and linguistic nuance of the period. അതായത് ഇതിൽ ഇവർ പറയുന്നത്, നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ഏറ്റവും കരിവാരത്തേക്കാൻ സ്ഥിരം പറയുന്ന കാര്യങ്ങളിലൊന്നാണ്, ഓ യു ഹാവ് ബിലീവ്ഡ്, ഡു നോട്ട് ടേക്ക് ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് എസ് അലൈസ്, ഓലിയ, അതായത് സുഹൃത്തുക്കളായിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങളുടെ പങ്കാളികളാക്കരുത്, അലൈസ് ആക്കരുത്. ദേ ആർ ഇൻ ഫാക്ട് അലൈസ് ഓഫ് വൺ അദർ, ക്രിസ്ത്യാനികളും ജൂതന്മാരും അവർക്കിടയിൽ പങ്കാളികളാണ്. ഹൂ എവർ ഈസ് ആൻ അലൈ ടു ദം എമോങ് യു, ഹീ ഈസ് വൺ ഓഫ് ദം, അതായത് അവരുടെ പങ്കാളികളോ അലൈസോ സഹകാരികളുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്താണ്, അതായത് നമ്മുടെ എതിരാണ്. ഇൻഡീഡ് അല്ലാഹ് ഗൈഡ്സ് നോട്ട് ദി റോങ് ഡൂയിങ് പീപ്പിൾ, തെറ്റ് ചെയ്യുന്നവരെ അല്ലാഹ് ഗൈഡ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് മരിയോജി രാഹുൽ ഈശ്വർ പറയുന്നതല്ല, അങ്ങ് പറയുന്ന ജെമിനെ പറയുന്ന അതിൻ്റെ കോണ്ടെക്സ്റ്റ് അവർ കൊടുത്തിരിക്കുന്നത് അസ്ബബ് അൽ നുസൂൽ. ഇത് മെദീനയുടെ കാലഘട്ടത്തിലാണ് റിവീൽഡ് ആകുന്നത്. ആ മെദീനയുടെ കാലഘട്ടത്തിൽ ഏർലി മുസ്ലിം കമ്മ്യൂണിറ്റി വാസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ആക്റ്റീവ് കോൺഫ്ലിക്റ്റ് ഓർ ഫ്രജൈൽ ട്രൂസസ് സറൗണ്ടിങ് ട്രൈബ്സ്. നോക്കിയിരുന്നാൽ മതി, രാഹുൽ ഈശ്വർ പറയുന്നതല്ല, അങ്ങ് പറഞ്ഞ ജെമിനെ പറയുന്നതാണ്. അതായത് ആദ്യകാലത്തെ മുസ്ലിം സമൂഹം ചുറ്റുമുള്ള വ്യത്യസ്ത വിഭാഗങ്ങളോട് സംഘർഷത്തിൻ്റെ പാതയിലോ ഫ്രജൈലായ ട്രൂസിൻ്റെ പാതയിലോ ആണ്. അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇറാൻ അമേരിക്ക ട്രൂസ് പോലെ വളരെ ഫ്രജൈലായ ട്രൂസിൻ്റെ പാതയിലാണ്. ഇത് പൊളിറ്റിക്കൽ സർവൈവലിൻ്റെ കാലത്ത്, യുദ്ധങ്ങളുടെ കാലത്ത് പറഞ്ഞൊരു കാര്യമാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുമായി ഒരാൾ ഇറാനിൽ എത്തുകയാണെങ്കിൽ അവർ സംശയത്തോടെ നോക്കും. തിരിച്ചുവിടുത്താൽ മതി, ഇറാൻ്റെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുമായിട്ട് ഒരാൾ അമേരിക്കയിൽ എത്തുകയാണെങ്കിൽ സംശയത്തോടെ നോക്കൂ. അത് എല്ലാ അമേരിക്കൻ ജനതയും ഇറാനിന് വിദ്വേഷം ഉണ്ടായിട്ടല്ല, എല്ലാ ഇറാനിയൻ ജനതയും അമേരിക്ക വിദ്വേഷം ഉണ്ടായിട്ടുമല്ല. യുദ്ധ സാഹചര്യത്തിൽ, പോരാട്ടത്തിൻ്റെ സാഹചര്യത്തിൽ, സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എടുത്താൽ മതി, പാകിസ്ഥാനികളെല്ലാം മോശമാണ്, നമ്മളും പാകിസ്ഥാനി ഒരുമിച്ചാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനികൾ ഒരുമിച്ചാണ് പാകിസ്ഥാനികൾ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നമ്മൾ വിജയിച്ചത്. എന്നാൽ ഇന്ന് ഒരു പാകിസ്ഥാനി പാസ്പോർട്ട് ഇന്ത്യയിൽ വരികയാണെങ്കിൽ നാച്ചുറലി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ പാകിസ്ഥാനികളും മോശമായിട്ടല്ല, പകരം നമ്മളും അവരുമായിട്ടൊരു ഹോസ്റ്റിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ആ സംഘർഷത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിലാണ്. ഈ പശ്ചാത്തലം മനസ്സിലാക്കാതെ നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് തെറ്റായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും 2, ഓലിയ എന്ന വാക്കിന് ഫ്രണ്ട്സ് എന്നാണ് അർത്ഥം നമ്മൾ സാധാരണഗതിയിൽ എടുക്കുന്നത്. എന്നാൽ പലപ്പോഴും കോൺട്രാക്ച്വൽ അലൈസ് അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സ് എന്നൊക്കെ അർത്ഥം കൂടി 7-ാം നൂറ്റാണ്ട് അറബിക്കിലുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് പറയുന്നല്ലോ കേട്ടോ, ഫുള്ളായിട്ട് ഞാനിത് മറ്റേ സ്ക്രീനിലൊക്കെ വെച്ച് ചെയ്യാനുള്ള സമയമില്ല. ഞാൻ രാത്രി 12:30 സമയം ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത് രാത്രി 12:42 ഇരുന്ന് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ സമയപൂർവ്വം എടുത്ത് ചെയ്യാമായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്കിയിരുന്നാൽ മതി, 7-ാം നൂറ്റാണ്ടിലെ അറേബ്യയിൽ അതിന് അലൈസ് എന്നാണ് അർത്ഥം. അതായത് ഇന്ന് ഇറാൻ്റെ ഒരു പങ്കാളിയുണ്ട്, ലെബനനിലെ ഹിസബുള്ള ഉണ്ട്. ആ ഹിസബുള്ള ഒരിക്കലും ഇസ്രായേൽ അവരുടെ പങ്കാളിയോ സൗഹൃദമോ ആക്കില്ലെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അല്ലാതെ ആ നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളും അവരുടെ ശത്രുക്കളാണ് എന്നല്ല, അല്ലെങ്കിൽ എല്ലാ ജൂതന്മാരും ശത്രുക്കളാണെന്നല്ല. അപ്പം ഈ സംഘർഷത്തിൻ്റെ സാഹചര്യം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. എന്നിട്ട് ഇതെല്ലാ കാലത്തേക്കും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്ന് തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. ഇനിയും 2, ഹാർമണി വിത്ത് അതർ വേഴ്സസ്. ആര് കൊടുത്തിരിക്കുന്നു? ജെമിനെ കൊടുത്തിരിക്കുന്നു. To understand 551, it must be balanced with other verses in Quran. ബാക്കിയുള്ള ഖുറാനുമായിട്ട് ബാലൻസ് ചെയ്യുകയും തുലനം ചെയ്യുകയും മറ്റും പഠിക്കണം. സൂറ അൽ മുംതഹന 68, ദൈവം നിങ്ങളെ, Allah does not forbid you from those who do not fight you because of religion, from being righteous towards them and acting justly towards them. ബാക്കിയുള്ളവരോട്, വ്യത്യസ്ത വിശ്വാസങ്ങളോട് നീതിപൂർവമായി പെരുമാറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ പെരുമാറേണ്ടതാണ് നിങ്ങളുടെ കർത്തവ്യം പറയുന്നത്. ഇനി ഫുഡ് ആൻഡ് മാരേജ്, സൂറ അൽ മൈദ അതേ ചാപ്റ്ററിൽ തന്നെ ഓൾസോ കണ്ടെയ്ൻസ് വേഴ്സ് 5:5.
അതിൽ മുസ്ലിം സമൂഹത്തിന് ബാക്കിയുള്ള കിതാബിൻ്റെ ആൾക്കാരോടുകൂടി അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ആൾക്കാരോടുകൂടി, അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരോടുകൂടി ആഹാരം കഴിക്കണം, അടക്കം കല്യാണം കഴിക്കണം, ഫ്രണ്ട്ഷിപ്പും ഇൻറ്റിമസിയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇത് സമ്മറി ആര് പറയുന്നത്? അങ്ങ് പറഞ്ഞ ഗൂഗിൾ ജെമിനി പറയുന്നത്. ഈ വേഴ്സ് ഈസ് വൈഡ്ലി അണ്ടർസ്റ്റുഡ് ബൈ സ്കോളേഴ്സ് നോട്ട് ആസ് എ ബ്ലാങ്കറ്റ് കണ്ടംനേഷൻ. ഇതൊരു ബ്ലാങ്കറ്റ് കണ്ടംനേഷൻ ഓഫ് ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് അല്ല. ആ ഒരു പ്രത്യേക യുദ്ധ സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ റിവീൽ ചെയ്യപ്പെട്ടൊരു കാര്യമാണ് ഇത് പറയുന്നത്. മുസ്ലിങ്ങളല്ല, ഗൂഗിൾ ജെമിനി. അങ്ങ് പറഞ്ഞാൽ ഗൂഗിൾ ജെമിനി ആണ്. ഏതൊരു സന്ദർഭവും സാഹചര്യവും ഇതുപോലെ മനസ്സിലാക്കിയാലേ നമുക്ക് വേർഡ്സ് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വരികൾ, ആ ടെക്സ്റ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, സബ് ടെക്സ്റ്റ് ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഖുറാനെയോ പരിശുദ്ധ ഖുറാനെയോ വിശുദ്ധ ബൈബിളിനെയോ പവിത്രമായ ഭഗവത്ഗീതയോ, ഇങ്ങനെ ഭഗവത്ഗീതയെക്കുറിച്ച് സ്ഥിരം ഞങ്ങൾ കേൾക്കുന്നതാണ്. ഭഗവത്ഗീത ജാതി വ്യവസ്ഥ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, ജാതികൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയല്ല, വ്യത്യസ്ത വിഭാഗങ്ങളെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ശ്രീകൃഷ്ണൻ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നു. അത് പക്ഷേ നിങ്ങളുടെ ഗുണവും കർമ്മവും വെച്ചാണ്. ഇതാണ് ശ്രീകൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ വരി മാറ്റി ആദ്യ വരി മാത്രം പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അവരോട് കൂട്ടുകൂടിയാൽ അള്ളാഹു നിങ്ങളോട് കൂട്ടുകൂടില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ നിരന്തരം പറയുന്നൊരു കാര്യമാണ്, ക്രിസ്ത്യാനികളോട് കൂട്ടുകൂടരുത്. അങ്ങനെ പറയുന്നില്ല മാരിയോജി, അങ്ങനെ പറയുന്നില്ല. അതാണ് ഞാൻ നേരത്തെ വായിച്ച വേഴ്സസ്. ഞാനല്ല, അങ്ങ് പറഞ്ഞ ഗൂഗിൾ ജെമിനി വായിച്ച വേഴ്സസ്. യഹൂദന്മാരോട് കൂട്ടുകൂടരുത്, ബഹുദൈവ വിശ്വാസികളോട് കൂട്ടുകൂടരുത്, വിഗ്രഹാരാധകരോട് കൂട്ടുകൂടരുത്. ഇതേ വിഗ്രഹാരാധനയ്ക്ക് എതിർപ്പ് ജൂതമതത്തിലും ക്രിസ്തു മതത്തിലും ഇല്ലേ? ഞങ്ങൾ കൂടുതൽ, അതായത് ഹിന്ദുക്കളായ ഞങ്ങൾ കൂടുതൽ വിഗ്രഹാരാധകരും മറ്റുമാണ്. ഞങ്ങൾക്കൊരു പാൻതീയിസ്റ്റിക്കും പ്ലൂറലിസ്റ്റിക്കും ഫ്രെയിം വർക്കാണ് ഉള്ളത്. പോളിതീയിസ്റ്റിക് എന്ന് വിളിക്കുന്നതിനെക്കാട്ടി അത് മറ്റൊരു വിഷയമാണ്, മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. പക്ഷേ ഇതിനെല്ലാം ഒരു സന്ദർഭവും സാഹചര്യവും ഉണ്ട്. ആ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമലയിൽ സ്വാമി അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈ രീതിയിൽ എന്താ പറയണേ, സെമിറ്റിക് ധാരയിൽ നിന്ന് വരുന്ന മുസ്ലിമായ വാവരും ക്രിസ്ത്യാനിയായ വെളുത്തയുമല്ലേ? അവരുമായി സഹവാസം പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദീന് ഈ ദുനിയാവിൽ കബൂലാകുന്നതുവരെ ബാക്കി എല്ലാ മതക്കാരെയും കാഫ്രീങ്ങളായി കാണുകയും വേണ്ട വന്നാൽ സാഹചര്യം അനുസരിച്ച് യുദ്ധം ചെയ്തോളാനും വരെ ഉള്ള ആഹ്വാനമുള്ള ഒരു പുസ്തകം. എവിടെയാണ് ഈ സന്ദർഭവും സാഹചര്യവും വെച്ച് നോക്കണ്ടേ? കോണ്ടെക്സ്റ്റ് അല്ലേ? വാക്കുകൾ സാഹചര്യത്തിൽ നിന്നും സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി നമ്മൾ ഇസ്ലാമോഫോബിയ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതേപോലെ വരികൾ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നിന്ന് വരികൾ മാറ്റി നമുക്ക് വായിച്ചൂടെ? ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ വിഗ്രഹാരാധനയ്ക്കെതിരെ പറയുന്ന വരികൾ ഹിന്ദുക്കൾക്കെതിരെ പറയുന്നതാണ് എന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ വിരോധി പറഞ്ഞ് ജൂത ക്രിസ്ത്യൻ വിരോധം ഉണ്ടാക്കാൻ നോക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ സമാനമായ വരികളില്ലേ? അല്ലെങ്കിൽ പരിശുദ്ധ എബ്രഹാം പിതാവിൻ്റെ പിതാവായ തേറ അടക്കം അദ്ദേഹം വിഗ്രഹാരാധന ഉണ്ടായിരുന്നു, അവിടെയെല്ലാം വിഗ്രഹങ്ങളെ തച്ച് തകർത്താണ് വന്നത് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ വിഗ്രഹങ്ങളെല്ലാം ക്രിസ്ത്യാനികൾ തച്ച് തകർക്കാൻ പോണു എന്ന് പറയുന്നതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതൊക്കെ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചാണ്. ഞങ്ങളുടെ ഹിന്ദുക്കളിൽ തന്നെ വിഗ്രഹാരാധന എതിർക്കുന്ന സെക്റ്റുകളുണ്ട്. ഉദാഹരണം ആര്യ സമാജും ബ്രഹ്മസമാജും. അവർ നമ്മൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ അമ്പല സംവിധാനങ്ങളിലോ വിഗ്രഹങ്ങളിലോ ഒന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം എല്ലാ മതത്തിലുമുള്ള വ്യത്യസ്ത ചിന്താധാരകളല്ലേ? അവയെ ബഹുമാനത്തോടെ കണ്ട് സമന്വയത്തിൻ്റെ പാതയിലല്ലേ നമ്മൾ പോകേണ്ടത്? നാളെ ഏതെങ്കിലും ബ്രഹ്മസമാജത്തിൻ്റെ ആര്യസമാജത്തിൻ്റെ രണ്ട് ഹിന്ദുക്കളാണ്, മഹാനായ നമ്മുടെ രാജാ റാംമോഹൻ റോയും ദയാനന്ദ സരസ്വതിയും ഒക്കെ തുടങ്ങിയതാണ്. അപ്പോൾ അവരുടെ പിൻതലമുറക്കാരെ അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സ് ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് കാണുന്നു, അല്ലെങ്കിൽ അവർ നമ്മളെ ശത്രുക്കളായിട്ട് കാണുന്നു. ഇതാണ് സമന്വയത്തിൻ്റെയും സമവായത്തിൻ്റെയും പാത. അത് ഞങ്ങൾ ഹിന്ദുക്കളിൽ നിന്നാണ് ഏറ്റവും പഠിക്കേണ്ടത്. ഞങ്ങളാണ് ഈ സമവായം ഉണ്ടാക്കാനും സമന്വയം ഉണ്ടാക്കാനും പഠിക്കേണ്ടത്. അത് ഗാന്ധിജിയുടെയും വിവേകാനന്ദൻ്റെയും ഇതൊക്കെ പഠിക്കേണ്ട ക്വാളിറ്റീസാണ്. അപ്പോൾ ഒരു വശത്ത് ബൈബിള് അല്ല എങ്കിൽ നിങ്ങൾ മാർപ്പാപ്പയുടെ പഠനങ്ങൾ പേപ്പർ ടീച്ചിങ് മാത്രം എടുത്ത് പൊക്കിപ്പിടിച്ചിട്ട് സൗഹൃദം വേണമെന്ന് പറയുന്ന സൗഹൃദം വേണമെന്ന് രാഹുൽ ഈശ്വറല്ലോ യേശു ക്രിസ്തുവിൻ്റെ ഇന്നത്തെ പ്രതിനിധിയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ലോക സമാധാനത്തിന് ഏറ്റവും സംഭാവന നൽകുന്ന മാർപ്പാപ്പ ഇതല്ലേ പറയുന്നത്. രാഹുൽ ഈശ്വർ പോട്ടെ, മാർപ്പാപ്പമാരും ഇതല്ലേ പറയുന്നത്. മാർപ്പാപ്പമാർക്ക് പരിശുദ്ധ ഖുറാനെക്കുറിച്ചും പരിശുദ്ധ ബൈബിളിനെക്കുറിച്ചും ഒക്കെ നല്ല അറിവുള്ളവർ തന്നെയല്ലേ? ഇതേ നാവുകൊണ്ട് മുസ്ലിം ലോകത്തെ നോക്കിയിട്ട് നിങ്ങളുടെ ഖുർആനിൽ അന്യമതസ്ഥരോടുള്ള വിദ്വേഷ പ്രചരണമുണ്ട്. അന്യമതസ്ഥരോട് വിദ്വേഷ പ്രചരണമല്ല, സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ആശയ വ്യത്യാസവും വ്യതിയാനവും ഉണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ആശയ വ്യത്യാസമുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതാണ്. നിങ്ങളുടെ പെരുമാറ്റങ്ങളിലുണ്ട്, അത് തിരുത്തപ്പെടേണ്ടതാണെന്ന് മുസ്ലിമീങ്ങളോട് പറയാൻ എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വറിന്റെ നാവനങ്ങാത്തത് എന്നതാണ് എന്റെ ചോദ്യം. തീവ്ര ചിന്താഗതി ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ മുസ്ലിമീങ്ങളിലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ സാധിക്കണ്ടേ?
എന്താ സാധിക്കാതിരിക്കാൻ കാര്യം? തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ക്രിസംഗികളും തീവ്ര ഹിന്ദുത്വവാദികളും ഒരേപോലെ അപകടമല്ലേ? ഏതെങ്കിലും ഒന്ന് മാത്രം അപകടമാണെന്ന് ആരാ പറയണേ? അപ്പോൾ ഈ സെലക്റ്റീവ് ആണെന്നുള്ള വാദഗതി പലപ്പോഴും മുമ്പോട്ട് വെക്കുന്നത് അത് അങ്ങ് നോക്കിയിരുന്നാൽ മതി. അത് ഈ തീവ്ര ഹിന്ദുത്വ ആർഗ്യുമെൻ്റാണ്. അത് ക്രിസ്ത്യാനികളും കൂടെ ഏറ്റുപിടിക്കരുത്. ഈ ഹിന്ദുക്കളെ ഈ ഇരവാദത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഹിന്ദുക്കളെ വേട്ടയാടുകയാണെന്നൊക്കെ 100 കോടി ഹിന്ദുക്കളുള്ള ഇന്ത്യയിൽ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അതിന് അവസാനമില്ല. ഈ ഇരവാദം തുടങ്ങുന്നത്, ഈ ഇരവാദം ശത്രുവിനെ ഉണ്ടാക്കാനുള്ള വാദമാണ്. അതായത് ഇരവാദം പറഞ്ഞുകൊണ്ട് ശത്രുക്കൾ മുഴുവൻ നമ്മളെ ആക്രമിക്കാൻ വരികയാണ്, ഇനിയും തിരിച്ചടിക്കാൻ പോകുന്ന ഇരവാദം പ്രതികാരവാദത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ആരും ഇരകളല്ല. നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ട്. ഹിന്ദു ഫോബിയുണ്ട്, ഇസ്ലാമോ ഫോബിയുണ്ട്, ചിലർക്ക് ക്രിസ്ത്യൻ ഫോബിയുണ്ട്. അതെല്ലാം മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷേ അതിൻ്റെ മാർഗം ക്രിസംഗിത്തരമല്ല, അതിൻ്റെ മാർഗം തീവ്ര ഹിന്ദുത്വമല്ല, അതിൻ്റെ മാർഗം തീവ്ര ഇസ്ലാമിസമല്ല. ഗാന്ധിയാണ് മാർഗം, യേശുക്രിസ്തുവാണ് മാർഗം. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഖുർആനിൽ നിന്ന് തന്നെ കൂട്ടിയിട്ട് പറയാം, നിങ്ങളുടെ തൊട്ട അയൽവാസികളോട് അള്ളാഹിനെ കുറിച്ച് പോയി പറയണമെന്ന് തന്നെയാണ് കൽപ്പന. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വാചകങ്ങളും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ വീടുകളുടെ മുകളിൽ നിന്ന് പ്രഘോഷണം ചെയ്യൂ. ആ പ്രഘോഷണം ചെയ്യേണ്ടത് നന്മയാണ്, ആ പ്രഘോഷണം ചെയ്യേണ്ടത് സ്നേഹമാണ്, സാഹോദര്യമാണ്. ഇതാണ് ആ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തു പുരപ്പുറത്ത് കയറി നിന്ന് നിങ്ങളെല്ലാം ക്രിസ്ത്യാനികളായി കൺവേർട്ട് ചെയ്യാനല്ല പറയുന്നത്. നീ ദൈവവചനം പ്രസംഗിക്കൂ, അല്ലെങ്കിൽ നന്മയുടെ വചനം പ്രസംഗിക്കൂ, സത്യം വിളിച്ചു പറയൂ, സ്നേഹം വിളിച്ചു പറയൂ എന്നാണ് പറയുന്നത്. അങ്ങനെ വിളിച്ചു പറയുന്ന ഒരാളാണ് പോപ്പ് ഫ്രാൻസ്, അല്ലെങ്കിൽ പോപ്പ് ഇപ്പോഴത്തെ ലിയോ. അതായത് ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായ ട്രംപിനെതിരെ ഇറാൻ യുദ്ധം, മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ഇറാനെതിരെ നടത്തുന്ന യുദ്ധത്തിന് യേശുവിനെ കൂട്ടുപിടിച്ചപ്പോൾ യേശു നിങ്ങളോടൊപ്പമല്ല, യുദ്ധക്കൊതിയന്മാരോടൊപ്പമല്ല യേശു എന്ന് പുരപ്പുറത്ത് കയറി എന്ന് വിളിച്ചു പറയുകയാണ് അദ്ദേഹം. ആ പുരപ്പുറത്ത് കയറി എന്ന് പറഞ്ഞാൽ ആലങ്കാരികമാണ്. മാർപ്പാപ്പ ഏതെങ്കിലും പുരയുടെ പുറത്ത് കയറി എന്നല്ല. ആ സത്യവും സ്നേഹവും നന്മയും വിളിച്ചു പറയുന്നവരാണ് മാർപ്പാപ്പമാർ, അല്ലെങ്കിൽ എല്ലാ നന്മയുള്ള ക്രിസ്തീയ പുരോഹിതരും. രാഹുൽ ഈശ്വറിനോട് എനിക്ക് പറയാനുള്ളത്, ഇതേപോലെയുള്ള നല്ല, അതായത് മതസൗഹാർദ്ദപരമായ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇസ്ലാമിനകത്ത് ഉള്ള അന്യമത വിദ്വേഷത്തെയും ലവ് ജിഹാദ് പോലെയുള്ള പ്രക്രിയകളെയും ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം കൂടെ രാഹുൽ ഈശ്വറിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായി പിന്നീട് കാണാം. ഗോഡ് ബ്ലെസ് യു. ഈ ലവ് ജിഹാദ് പറയുമ്പോൾ അങ്ങ് ഓർക്കേണ്ട കാര്യം, ലവ് ജിഹാദിൻ്റെ ഇരട്ടി നോർത്ത് ഇന്ത്യയിൽ ചിലവാകുന്ന സാധനമാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം. യഥാർത്ഥത്തിൽ കൂടുതൽ ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യുകയും നമ്മുടെ പള്ളിയിൽ അച്ഛന്മാരെ, നമ്മുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്രിസ്ത്യൻ സഭകളോട് നല്ല ബന്ധമാണ്, അവരോട് ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ പള്ളിയിൽ അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും ഒക്കെ ജയിലിലിടുന്നത് ഇതിൻ്റെ പേരിലാണ്. നിർബന്ധിത മതപരിവർത്തനം. അങ്ങേക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, തീവ്ര ഹിന്ദുത്വവാദികൾക്ക് മുസ്ലിങ്ങളെക്കാട്ടി ദേഷ്യവും മുസ്ലിങ്ങളെക്കാട്ടി എതിർപ്പും മുസ്ലിങ്ങളെക്കാട്ടി വെറുപ്പും ക്രിസ്ത്യൻ സഭകളോടാണ്. അതായത് ഈ തീവ്ര ഹിന്ദു, നമുക്ക് കൂടെ ഉള്ളവരല്ലേ, നമുക്കറിയാതുണ്ട്. തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്നത് എന്താ അറിയോ? മുസ്ലിങ്ങൾ നേരിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യും, പക്ഷേ ക്രിസ്ത്യാനികളാണ് അടിയിൽ കൂടെ ഫൈറ്റ് ചെയ്യും, നമ്മളെ ഇല്ലാതാക്കുമെന്ന്. അപ്പോൾ ഈ ക്രിസ്ത്യൻ മുസ്ലിം വിരോധം തീവ്ര ഹിന്ദുത്വവാദികൾക്കുണ്ടാകുന്നതിന് ക്രിസംഗി